ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഓണത്തിൻ്റെ പുതിയ സെലക്ഷനുമായിട്ട് വന്നപ്പം നമുക്ക് വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. വന്ന പുതിയ കുർത്തീസിൻ്റെ കളക്ഷൻ, അതായത് പ്രീമിയം ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രീമിയം കുർത്തീസിൻ്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഒന്നുമില്ല, ഒരു 5-6 ഡിസൈൻ മാത്രമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ സൈസസും കളേഴ്സും ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ടിഷ്യൂ മെറ്റീരിയലാണ്. നമ്മളെപ്പോഴും ടിഷ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഓണത്തിൻ്റെ, അതായത് കേരള സെറ്റ് ട്രഡീഷണലിനകത്ത് വന്നിരിക്കുന്ന ടിഷ്യൂ മെറ്റീരിയലായിരുന്നു. ഈ പ്രാവശ്യം അതിനെ അല്പം വ്യത്യാസപ്പെടുത്തി ടിഷ്യൂ മെറ്റീരിയലിൽ നല്ല ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലിൽ കളർ കൊണ്ടുവന്നിട്ടുള്ള കുർത്തീസാണ്. അതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക്, ഇച്ചിരി ഡാർക്ക് പിങ്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു റൗണ്ട് കോളർ കുർത്തിയാണ് വന്നിരിക്കുന്നത്. അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പാനൽ കട്ടൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന ഒരു കുർത്തിയുടെ കളക്ഷനാണ്. അതിൽ ചെറിയൊരു യോക്കൊക്കെ ചെയ്ത് സീക്വൻസിലും നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി സ്കാറ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ത്രെഡ് എംബ്രോയ്ഡറിയിലാണ് ഈ ഒരു കുർത്തി നമുക്ക് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ നോർത്ത് കാണിക്കാം. ഇത് വന്നിരിക്കുന്നത് ഫുൾ ലെന്ത് എന്ന് പറയുമ്പം നല്ല 46-47 ലെന്തിൽ, അതായത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പോലും നല്ല ലെന്തിൽ കിട്ടുന്ന ഒരു കുർത്തിയാണ്. അതുപോലെ തന്നെ യോക്ക് ചെയ്തിട്ടുണ്ട്. യോക്കിൽ നമുക്ക് ഓപ്പണായിട്ടല്ല, ജസ്റ്റ് ഷോ ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്. അത് മെറ്റിൻ്റെ ഷോ ബട്ടൺ കൊടുത്തേക്കാണ്. നല്ല റൗണ്ട് കോളറിനകത്ത് വന്നേക്കുന്ന 3/4 സ്ലീവിൻ്റെ ഹെം ഏറിയാലും ചെറിയൊരു സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറിയിലും അതിന് പടി പോലെ കൊടുത്തിട്ടുണ്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ നല്ലൊരു സ്ലിറ്റഡ് കുർത്തീസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് ആണ് നമുക്ക് നല്ലൊരു ലൈനിങ്, അത് ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ലൈനിങ്ങിൽ നല്ല ലെന്തിൽ തന്നെ, അല്ലാതെ ചില ലൈനിങ് നമുക്ക് എപ്പോഴും വരുന്നുണ്ടല്ലോ കുറച്ച് കയറി നിൽക്കുന്നതായിട്ട്. ഇത് ഫുൾ ലെന്തിൻ്റെ 1.5 ഇഞ്ച് മാത്രം കയറി നിൽക്കുന്ന ഒരു ഫുൾ ലൈനിങ്ങും കൊടുത്ത്, സ്ലീവിന് ലൈനിങ് അറ്റാച്ച് അല്ല, റൗണ്ട് കോളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണിത്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫ്രണ്ട് പോർഷൻ്റെ ഓവർവ്യൂ. ബാക്ക് സൈഡ് വരുമ്പം ബാക്കിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസിലാണ്. അതുപോലെ എൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1199 റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റികൾ. അതുപോലെ ഇതിന് തന്നെ മാച്ച് ആകുന്ന ബോട്ടം വിയർ പ്രീമിയം ബ്രാൻഡഡ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്കറിയാം, നമ്മളതിൻ്റെ നല്ല മാച്ചായിട്ടുള്ള ബോട്ടും നിങ്ങൾക്ക് പെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിഷ്യൂ മെറ്റീരിയൽ വന്നിട്ടുള്ള റൗണ്ട് കോളർ കുർത്തിയാണ്. നല്ലൊരു ഈവൻ ഡെയിലി പർപ്പസ് ആണെങ്കിലും ഒരു ഒഫീഷ്യൽ വർക്കിനൊക്കെ ആണെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇത് കളർ ബ്ലീഡോ അല്ലെങ്കിൽ ശ്രിങ്കേജോ ഒന്നും നമുക്കില്ല, കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലുമാണ്. 1199 റേഞ്ചിൽ മീഡിയം ടു XXL സൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇനി അടുത്ത ഇതുപോലെ തന്നെ റൗണ്ട് കോളറിൻ്റെ പാറ്റേണിൽ തന്നെ മെറ്റീരിയൽ വ്യത്യാസത്തിൽ വന്നിരിക്കുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് കാണാം. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അതിലും ഫുൾ ഇതുപോലെ തന്നെ യോക്ക് ചെയ്ത് പാനൽ കട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് പാനൽ കട്ടിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. അതിൽ ഫുള്ള് തന്നെ നമുക്ക് നല്ല അതിൻ്റെ സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസിലും ത്രെഡ് എംബ്രോയ്ഡറിയിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും നമുക്ക് 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ ഹെം ഏരിയയിൽ ഈ ബോഡി പോർഷനിൽ കൊടുത്തേക്കുന്ന അതേ തന്നെ എംബ്രോയ്ഡറി സീക്വൻസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ലൈനിങ് അറ്റാച്ച് ആണ്. നല്ലൊരു കോളർ റൗണ്ട് നെക്കാണ്. അതുപോലെ തന്നെ ഓപ്പൺ ആണിത്. പക്ഷേ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കും. അവിടെ നമുക്ക് ബട്ടൻ്റെയോ പിന്നിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. നല്ലൊരു റൗണ്ട് കോളർ കുർത്തിയിൽ ഈ കുർത്തിക്ക് നമുക്ക് ലെന്ത് വരുന്നത് 46-47 ഇഞ്ച് ലെന്തിലാണ് വരുന്നേക്കുന്നത്. ഈ ബ്രാൻഡൊക്കെ നമ്മൾ തുടക്കം മുതലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിന് നല്ല ലെന്ത് ഉണ്ട് എന്നുള്ളത് കേട്ടോ. നല്ല 46-47 ഇഞ്ച് ലെന്തിൽ തന്നെ വരും. ഇതിൻ്റെ ലൈനിങ് നല്ല കോട്ടൺ ലൈനിങ്ങാണ്. ഈ മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഉറപ്പായിട്ടും പറയാം 0% ശ്രിങ്കേജ്, അതുപോലെ കളർ ബ്ലീഡും ഇതിന് ഒരു ചാൻസും വരത്തില്ല. അത്ര ഉറപ്പോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1049 റേഞ്ചിലാണ് വരുന്നത്. ഇതും സൈസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. സെയിം തന്നെ റൗണ്ട് കോളർ കുർത്തിയിലാണ് വന്നിരിക്കുന്നത്. റൗണ്ട് കോളർ ആണെന്ന് പറഞ്ഞാലും ഈ നെക്കിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഒരു ചെറിയ ഓപ്പൺ പോലാണ്. പക്ഷെ അവിടെ ബട്ടണോ പിന്നോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓപ്പൺ ആയിട്ട് കഴിയുമ്പോൾ ഓപ്പൺ ആയിട്ടൊന്നും വരത്തില്ല കേട്ടോ.
ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ, ഫ്രണ്ട് വ്യൂ വരുന്നത്. ബാക്ക് വ്യൂ വരുമ്പോൾ സെയിം തന്നെ വന്നേക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് പാനൽ കട്ട്, പാനൽ പോലെ 3 പാനലിലാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, 3 പാനലിലാണ് ഇത് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 1049 ആണ്. മീഡിയം ടു XXL സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അടുത്തൊരു കുർത്തി എന്ന് പറയുമ്പോൾ സെയിം തന്നെ ഒരു ഒനിയൻ പിങ്ക് പീച്ചിലേക്ക് വരുന്നൊരു കളർ കുർത്തിയാണ്. പിന്നെ അതിൻ്റെ യോക്ക് റൗണ്ട് നെക്കും ഫുള്ള് നമുക്ക് നല്ല സിൽക്കി ത്രെഡ് കൊണ്ട് മിഷൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓവർവ്യൂ ഞാൻ കാണിക്കാം. ഇതിൻ്റെ എല്ലാം വേറെ ചെയ്ത ഫോട്ടോസ് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാമേ. അപ്പം ഇതുപോലെ തന്നെ റൗണ്ട് കോളർ, നമുക്ക് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ പോകാൻ പറ്റുന്ന, അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിലും ഓഫീസറായിട്ടൊക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നെക്കാണ്. നല്ല കോൺഫിഡൻറ്റോടുകൂടി, അറിയാമല്ലോ കോളർ നെക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. നല്ലൊരു നമ്മുടെ ഡ്രസ്സപ്പിൽ തന്നെ നമുക്കൊരു നല്ല ലുക്ക് കിട്ടത്തക്ക രീതിയിലാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വന്നിരിക്കുന്നുണ്ട് ഫുൾ നെക്ക് കവർ ചെയ്ത്, അതായത് കോളർ റൗണ്ട് വരെയും കവർ ചെയ്ത് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. നല്ല സിൽക്കി ത്രെഡിൽ യോക്ക് ഏരിയയിൽ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അതിൽ ചെയ്തേക്കുന്നത്, ഫ്ലവർ പാറ്റേണിൽ ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവ് നമുക്ക് 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് സ്ലബ് സിൽക്ക്, അതായത് നല്ല എൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സ്ലബ് സിൽക്കിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിന് ലൈനിങ് അറ്റാച്ച് അല്ല, ഇതെല്ലാം നമ്മുടെ പ്രീമിയം ബ്രാൻഡഡ് ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസാണ്. അപ്പം ഇതിന് നമുക്ക് ലൈനിങ് അറ്റാച്ച് അല്ല വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഓവർവ്യൂ വരുന്നത്. ബാക്ക് വ്യൂ വരുമ്പോൾ ഇങ്ങനെ തന്നെ വരും കേട്ടോ. എല്ലാം തന്നെ സ്ലിറ്റഡ് കുർത്തീസാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ലെന്ത് വരുന്നത് ഫുൾ ലെന്ത് എന്ന് പറയുമ്പോൾ 46-47 ലെന്ത് വരും. സ്ലീവ് വരുമ്പം 16 ഇഞ്ചോളം സ്ലീവ് വരുന്നത്, അതായത് 3/4 ബിലോ എൽബോ ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള സ്ലീവാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് എല്ലാം കോളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീനിഷ് കളറാണ് വരുന്നത്, ലൈറ്റ് ഗ്രീനിഷ് വരുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ, ഇതും വന്നേക്കുന്നത് ഇതുപോലെ തന്നെ സ്ലബ് സിൽക്കിൽ വന്നേക്കുന്നത്, യോക്ക് ഏരിയയിൽ എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കുന്നതാണ്. ഇതെല്ലാം തന്നെ മിഷൻ എംബ്രോയ്ഡറിയാണ്, സിൽക്കി ത്രെഡിൽ, അതായത് ത്രെഡിൻ്റെ ഒന്നും കളർ ഒന്നും ചെയ്യത്തില്ല. കാര്യം സിൽക്കി ത്രെഡിൽ മിഷൻ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നതാണ്. ഇതും വന്നേക്കുന്നത് റൗണ്ട് കോളറിൽ ഒരു ഫ്രണ്ട് സ്ലിറ്റോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത്. നെക്കിൻ്റെ അവിടെ ആയിട്ടൊരു സ്ലിറ്റ് ഉണ്ട്, ചെറിയ സ്ലിറ്റ്, ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ആ സ്ലിറ്റ് വന്നേക്കുന്നത്. ഇതിനും നമുക്ക് 3/4 സ്ലീവാണ്, സ്ലിറ്റഡ് കുർത്തിയാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 999 റേഞ്ചിലാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേഞ്ചിലായിട്ടാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തീസ് എല്ലാം വന്നേക്കുന്നത്. എല്ലാം തന്നെ 999, 1049, 1299, ആ ഒരു 1199 ആ ഒരു റേഞ്ചിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതും വന്നേക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ 3 പാർട്ടായിട്ട് പാനൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നേക്കാണ്. ബാക്കിൽ കട്ടിങ് ഇല്ല, പാനൽ കട്ടല്ല, പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമുക്ക് പാനൽ കട്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കുർത്തി വന്നിരിക്കുന്നത് നമ്മുടെ ഓണമായിട്ടൊക്കെ റിലേറ്റ് ആയിട്ടാണ്. ഇതെല്ലാം ഇത് വന്നേക്കുന്നത് ചന്ദേരി സിൽക്കിൽ വന്നേക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ വേറൊരു ചെക്ക് ഡീറ്റെയിലിങ് വന്നിട്ടുള്ള കുർത്തീസൊക്കെ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ എംബ്രോയ്ഡറിയിൽ, പക്ഷേ വലിയ ചെക്കൊക്കെ ആയിരുന്നു വന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു ചെക്കാണ്. നിങ്ങൾക്ക് അടുത്ത് സൂം ചെയ്ത് കാണിച്ചേ, കണ്ടോ, കുഞ്ഞു കുഞ്ഞു നല്ല ഗോൾഡൻ ത്രെഡിൽ വന്നേക്കുന്നുള്ള നല്ല ചെക്കാണ്. അതുപോലെ തന്നെ നല്ല മിഷൻ എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. അതിൽ നമുക്ക് മിഷൻ എംബ്രോയ്ഡറിയിൽ വന്നേക്കുന്നത് ഒരു ലൈലാക്ക് കളറുണ്ട്, ഗ്രേപ്പ് വൈൻ കളറുണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പീച്ച് ഉണ്ട്. അപ്പം നമുക്ക് ബോട്ടം ഇടാൻ ഭയങ്കര സൗകര്യമാണ്. ഏതെങ്കിലുമൊക്കെ കളർ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ഓപ്പൺ നെക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു കുഞ്ഞ് സ്ലിറ്റാണ് കേട്ടോ. വി നെക്കല്ല, ഇത് വി ആയിട്ടല്ല വരുന്നത്, ചെറിയൊരു സ്ലിറ്റാണ്. ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ നല്ലതായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു നെക്കാണ്. ബാക്ക് ഒത്തിരി ഇറങ്ങിയിട്ടില്ല, കുഞ്ഞ് 2.5 ഇഞ്ചിലാണ് ആ ബാക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് കോട്ടൺ ലൈനിങ് ഇതിന് അറ്റാച്ചാണ്. ഇത് പിന്നെ എടുക്കുമ്പം എപ്പോഴും ഒരു സൈസ് എക്സ്ട്രാ ഉള്ളത് എടുക്കണം. കാര്യം ഈ ക്ലോത്ത് നമുക്ക് ശ്രിങ്കേജ് പ്രതീക്ഷിക്കാം. ഒരു 10% ശ്രിങ്കേജ് വരുന്നതാണ് ഈ ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു സൈസ് കൂടെ എക്സ്ട്രാ ഇട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് 3/4 സ്ലീവാണ്. സ്ലീവിൽ വെറും ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് അതിൻ്റെ ഹെം ഏരിയനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്.
ഫുൾ ബോഡിയിൽ ലൈനിങ് അറ്റാച്ച് ആണ്. ഇതും നമുക്ക് 46-47 ഇഞ്ച് ലെങ്തിലാണ് അവൈലബിൾ. ഇതിൻ്റെ അവൈലബിലിറ്റി സൈസ് അവൈലബിലിറ്റി ലാർജ് എക്സൽ ഡബിൾ എക്സൽ മാത്രമാണ് കേട്ടോ. ലാർജ് എക്സൽ ഡബിൾ എക്സൽ മാത്രമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1049 റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഇതിൽ തന്നെ ഇനിയും അടുത്ത ചെക്ക് ഡീറ്റെയിലിനകത്ത് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഫസ്റ്റ് നമുക്ക് റെഡി സ്റ്റോക്കിലായിട്ട് വന്നിരിക്കുന്ന കുർത്തീസ്. ഈ കുർത്തീസ് എല്ലാം തന്നെ നമുക്ക് ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉള്ളതാണ്. സൈസസ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തീസിൽ ഏതെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷോപ്പ് മാക്സിമം ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന അറിയാം, പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. അവിടെ ബ്ലൂംസ് ഡിസൈൻ എന്ന് പറയുന്ന ഷോപ്പാണ്. അവിടെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇട്ട് നോക്കിയിട്ട് വല്ല ഓൾട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഷോപ്പിൽ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡിലേ ആക്കത്തില്ല. ഇതുവരെ നമ്മൾ ഡിലേ ആക്കിയിട്ടില്ല. ഓൾട്രേഷൻ നമ്മൾ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം നമ്മൾ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ ഷോപ്പിലേക്കൂടെ വെൽക്കം ചെയ്യുകയാണ്. മാക്സിമം വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓണത്തിൻ്റെ പ്രൊഡക്ട്സ് ഇനി നമ്മുടെ സാരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓണത്തിൻ്റെ കുർത്തീസ് വരുന്നുണ്ട്, സൽവാർ മെറ്റീരിയൽ ഉണ്ട്. വീഡിയോസ് ഞാൻ പുറകെ വരുന്നതായിരിക്കും. താങ്ക് യു.